ഓക്കെ, CA ഫൈനലിന്റെ സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ 2 പ്രാവശ്യം തോറ്റ സമയത്ത് എനിക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതല്ല, ഞാൻ തോക്കാനുള്ള കാരണം IBS ആണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ വന്ന് മാനിഫെസ്റ്റേഷൻ, അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് അപ്പോഴാണ് 369 എന്നൊരു സംഭവം ഞാൻ കാണുന്നത്. മീൻസ് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് 3 ടൈംസ് ഒരു കാര്യം എഴുതുക, 6 ടൈംസ് അടുത്ത കാര്യം എഴുതുക, 9 ടൈംസ് അടുത്ത കാര്യം എഴുതുക, അല്ലെങ്കിൽ സെയിം കാര്യം തന്നെ 369 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാം. ഓക്കെ, ഇത് എത്രത്തോളം ആൾക്കാർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങിയിട്ട്. അപ്പം IBSൽ എനിക്ക് ഇത്ര മാർക്ക് ഇടുന്ന പറഞ്ഞിട്ട് ഞാൻ എഴുതിക്കൊണ്ട് നിൽക്കണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് IBSന്റെ എക്സാമിൻ്റെ അന്ന് എല്ലാ ബുക്കും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഒരു ബുക്കും വീട്ടിൽ വെക്കാണ്ട് എല്ലാ ബുക്കും ഞാൻ എയർപോർട്ടിൽ പോണ പോലെ ആ ലുക്കിൽ ഞാൻ പോയിക്കുന്നത്, 2 ട്രോളി ബാഗൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ എത്തി എല്ലാ ബുക്സൊക്കെ സെറ്റാക്കി വെച്ചു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. അപ്പം മുതൽ എൻ്റെ ആൻസർ ഷീറ്റിൽ നടക്കാൻ പോണൊരു മിറാക്കിൾ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ അന്തം വിട്ടൊരു കാര്യമാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഞാനും ആദ്യം അന്തം വിട്ടിരുന്നു. പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ബുക്ക് തുറക്കും. ഇപ്പം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കൊണ്ട് IAFM റിലേറ്റഡ് ആണ്, നമുക്ക് ഏത് സബ്ജക്ട്സ് ആദ്യം മനസ്സിലാക്കണം, ഏത് സബ്ജക്റ്റ് നിന്നാണ് ഏത് ചാപ്റ്റർ ആണെന്നുള്ളൊരു ഏകദേശം ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഞാൻ ആ ചാപ്റ്റർ തുറക്കണു. ഇപ്പം നമ്മൾ ബുക്ക് തുറക്കുമല്ലോ, പിന്നെ ബുക്ക് തുറക്കുമ്പോൾ കിട്ടുന്ന ആ പേജ് തന്നെ എന്താ, എനിക്ക് വേണ്ട സാധനമാണ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് തന്നെ ഓക്കെ ആണ്, ഒരു ആദ്യത്തെ പ്രാവശ്യമല്ലേ. ഓക്കെ, എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ അതെനിക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടേ ഇല്ല. ഓക്കെ, ബുക്ക് തുറക്കുന്നു, ആ പേജ് വരുന്നു, ബുക്ക് തുറക്കുന്നു, ആ പേജ് വരുന്നു. ഇപ്പോൾ ഒരു പേജ് പോലും എനിക്കിങ്ങനെ ഇങ്ങനെ മറക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്കറിയില്ല, അന്ന് എനിക്ക് ശരിക്കുണ്ടല്ലോ ഗൂസ് ബംസ് ആയിരുന്നു എക്സാം ഹാളിൽ നിന്ന് നടക്കുന്നത്. കാരണം ഞാൻ അന്ന് IBSന്റെ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ആക്ച്വലി എന്തോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ അറ്റംപ്റ്റ് ഞാൻ പാസ്സാവുകയും ചെയ്ത് IBS ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു. ഐ ഡോണ്ട് നോ അത് മാനിഫെസ്റ്റേഷൻ ആണോ അല്ലെങ്കിൽ എൻ്റെ ടൈം ശരിക്കും അപ്പം ആയിട്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. എനിവേ, ഐ സ്റ്റിൽ ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻസ്.